എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ആകെപ്പാടെ കാലിന് വേദനയായിട്ട് കമല ഇരിക്കുകയാണ്. ഈ സമയത്ത് വേദ അങ്ങോട്ടേക്ക് എന്നിട്ട് പറഞ്ഞു, അമ്മയുടെ കാല് ഞാൻ തിരുമ്മി തരാമെന്ന് പറയണം. വേണ്ട മോളെ, അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറയണം. എനിക്കറിയാം അമ്മയ്ക്ക് നല്ല വിഷമമുണ്ടല്ലേന്ന് ചോദിക്കുകയാണ്. എന്ത് ചെയ്യാനാ മോളെ, ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അമ്മ എവിടെ ഇരിക്കാനും പറഞ്ഞിട്ട് വേദ പോയി കുറച്ച് കുഴമ്പൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. പിന്നീട് കുഴമ്പിട്ട് കാല് തിരുമ്പാണ്. ഇപ്പോഴെങ്ങനെയുണ്ട്, ഇനിയിപ്പം കുറവില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയാം. അതിനൊന്നും ഇല്ല, അതിനുള്ള കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. ഇപ്പം നല്ല വേദന കുറവുണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, വെച്ചോണ്ടിരിക്കല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിക്കണമെന്ന് പറയണം. പിന്നീട് വേദ പറഞ്ഞു, വിക്രം ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ഇന്ന് പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാട് ടെൻഷനായിപ്പോയി കമലയ്ക്ക്. കമല പെട്ടെന്ന് പറഞ്ഞു, വേണ്ട മോളെ, വേണ്ട, വിക്രത്തിനൊന്നും പറയണ്ടെന്ന് പറയാം. അതെന്താ, അങ്ങനെ എങ്കിലും പറഞ്ഞറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആ സെക്കൻഡിൽ ബൈക്ക് എടുത്തോണ്ട് അവൻ പറക്കും. പിന്നെ അവന്മാരെ പോയി പിടികൂടും. അറിയാലോ സംഭവിക്കാൻ പോകുന്ന എന്താന്ന്. എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിഞ്ഞാൽ പിന്നെ അവൻ വെറുതെ ഇരിക്കില്ല. പ്രത്യേകിച്ച് എനിക്ക്, കാരണം എന്നെ അവൻ അത്രയ്ക്ക് ജീവനാ, നിനക്കറിയാലോ എന്ന് പറയാം. എനിക്കറിയാമേ, പക്ഷെ ഇത് മൂടി വെക്കാൻ പറ്റുന്ന കാര്യമാണോ? നമ്മൾ ഒളിച്ചു വെക്കും തോറും അത് കൂടുതൽ രൂക്ഷമായിട്ടിക്കൊണ്ടിരിക്കുള്ളൂ എന്ന് പറയണം. എനിക്കതൊന്നും ഓർത്തിട്ടല്ല വിഷമം. പാവം മാഷിന്റെ കാര്യം ഓർത്തിട്ടാ. ഒരു നിമിഷം മാഷ് എങ്ങാനും കണ്ടില്ലായിരുന്നെങ്കിലോ എന്താ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. വേദ പറഞ്ഞു, അങ്ങനെയൊന്നും സംഭവിച്ചില്ല അമ്മേ. അമ്മ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. നമ്മൾ രണ്ടുനേരം ഈശ്വരന്മാരെ വിളിക്കണമല്ലേ, അതുകൊണ്ട് ഈശ്വരന്മാരെ നമുക്ക് ഒരാപത്തിലും നമ്മളെ പെടുത്തില്ല എന്ന് പറയണം. പിന്നീട് വേദ പറഞ്ഞു, വിക്രം വരുമ്പോൾ എന്താണെങ്കിലും ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടോ എന്നൊക്കെയുള്ളെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് രാധ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുണ്ടാഭിലാഷ് ചെയ്ത കാര്യങ്ങളൊക്കെ നാട്ടുകാർ പറഞ്ഞ് പെട്ടെന്ന് തന്നെ കാട്ടുതീ പോലെ അത് പടർന്നു. കുറച്ച് ഗുണ്ടകൾ ചേർന്നിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചു. അതൊക്കെ കാര്യങ്ങളെല്ലാം അറിയുകയാണ്. പിന്നീട് രാധ വിക്രമിനെ കാണാനായിട്ട് വിക്രത്തിൻ്റെ അടുത്തേക്ക് വരുവാണ്. ഈ സമയം വിക്രം എന്ത് ചെയ്യാണ്, വീട്ടിലേക്ക് പോകാനായിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേനാണ് ആ ഫ്രണ്ടിലേക്ക് വരുന്നത്. വന്ന് ഓട്ടോറിക്ഷ വെച്ചങ്ങ് തടഞ്ഞു നിർത്തുവാണ്. പെട്ടെന്ന് വിക്രം ഇറങ്ങിയിട്ട് ചോദിച്ചു, നിനക്ക് എന്ത് ഭ്രാന്താടി, നീ എന്താ വണ്ടി റോഡിന് നടുവിൽ കൊണ്ടുപോയിട്ട് വണ്ടി എടുത്ത് മാറ്റിയിടെന്ന് പറയണം. വണ്ടി എടുത്ത് മാറ്റാം, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി നിർത്തിയില്ലെന്ന് വരും, അതുകൊണ്ട് ഞാൻ വണ്ടി വിലങ്ങിയിട്ടെന്ന് പറയണം. ശരി, എന്താ സംസാരിക്കാനുള്ളത്, ഇങ്ങോട്ട് മാറ്റിയിട്ട് വണ്ടി സീരിയസ് ആയിട്ട് പറയാനുള്ള കാര്യമെന്ന് പറയണം. പിന്നീട് വണ്ടി അങ്ങ് സൈഡ് ഒതുക്കി ഇടുവാണ്. വിക്രം ഒരു പ്രശ്നമുണ്ടെന്ന് പറയണം. കാര്യം എന്താന്ന് പറ. അത് പിന്നെ ഇന്ന് മാഷിന് നേരെ കമലാൻറ്റിക്ക് നേരെ ആക്രമണം ഉണ്ടായെന്ന് പറയണം. ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴി ആക്രമണം ഉണ്ടായെന്ന്. അതെ, ആ ഗുണ്ടാഭിലാഷ സംഘമെന്ന് അറിയാനായിട്ട് കഴിഞ്ഞേ. വടിവാള് വെച്ച് വെട്ടാനായിട്ട് ശ്രമം, പക്ഷേങ്കിൽ പാളിപ്പോയി. ആ ഗുണ്ടാഭിലാഷിന്റെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവനിട്ട് കൃത്യം കൊണ്ടേന്ന് പറയാണ്. ഇത് കേട്ടതും വിക്രം, സത്യമാണ് നീ പറയണെന്ന് വെക്കും. സത്യമാണെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം വിക്രം ഒന്ന് ആലോചിച്ചു. പിന്നെ നേരെ ശ്രീജനെ വിളിക്കുകയാണ്. ശ്രീജനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല അച്ഛനും അമ്മയും വീട്ടിലെത്തിയെന്ന് ചോദിക്കാം. വന്നു, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ലാന്ന് പറയാണ്. ഫോൺ വെച്ച ഉടനെ എന്ത് ചെയ്യണം, വിക്രം ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് നേരെ പോകണം. ആ സമയം രാധ വിളിച്ച്, വിക്രം അവിടെ നിൽക്കുക, ഞാനൊന്ന് പറയട്ടെ എന്നൊക്കെ പറയണം. പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് വിക്രം കൂട്ടാക്കിയില്ല. വിക്രം നേരെ വെച്ച് വിടുവാണ്. ഗുണ്ടാഭിലാഷിനെ തപ്പി തേടി പോവാണ്. അവനെ എത്രയും പെട്ടെന്ന് കാണണം. അവൻ്റെ കൈയും കാലും തല്ലി ഓടിക്കണം. തൻ്റെ അച്ഛനെ അമ്മേനെ നേരെ ആക്രമണം ഉണ്ടാക്കി അവൻ ഒരുത്തനെ വെറുതെ വിടാൻ പാടില്ല. പിന്നീട് വിക്രം അവിടെയൊക്കെ അന്വേഷിച്ചിട്ട് അവരെ കണ്ടെത്തിയില്ല. എവിടെയെങ്കിലും മാളത്തിൽ പോയി ഒളിച്ചിരിക്കുമായിരിക്കും. അവനറിയാൻ താൻ ചെല്ലുമെന്നുള്ള കാര്യം, അതുകൊണ്ടാണ് അവൾ ഒളിച്ചിരിക്കുന്നത്. പിന്നീട് വർക്ക്ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാജേട്ടൻ ചോദിച്ചു, എന്താടാ വിക്രം, നിന്റെ മുഖത്ത് എന്താ ഒരു വല്ലായ്മ, കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. പിന്നീട് കാര്യങ്ങളൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാജേട്ടൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വെറുതെ വിടല്ല അവനെ കിട്ടിയതൊന്നും പോരാൻ തോന്നേ, അവനിട്ട് ഇനി കൊഴിച്ച് കൊടുക്കണമെന്ന് പറയണം. ഞാൻ അവനെ കുറേ അന്വേഷിച്ച് കിട്ടിയില്ല, പക്ഷേ എനിക്ക് കിട്ടുമെന്ന് പറയാൻ അവനെ ഉറപ്പായിട്ടും അവൻ്റെ കയ്യിൽ തന്നെ വന്ന് വീഴും, ഞാൻ വെറുതെ ഇരിക്കില്ല എന്നൊക്കെ പറയണം. ആ സമയം മാഷി ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. കാരണം ഇന്ന് തൻ്റെയും കമലയുടെയും ജീവനും തന്നെ ആപത്തായിട്ടിരിക്കുക. അവൻ്റെ ഗുണ്ടാവളിയാട്ടം കാരണം ഏതെങ്കിലും ഒരുത്തന് മിക്കവാറും ഇനി കുടുംബത്തിന് നേരെ ആയിരിക്കും ആക്രമിക്കാനായിട്ട് വരുന്നത്. അതൊരു കാരണവശാലും പാടില്ല. അതിനെ തടഞ്ഞാൽ മതിയുള്ളൂ. പിന്നീട് മാഷ് എന്ത് ചെയ്യണം, പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാനായിട്ട് ഒരു പരാതി എഴുതുവാണ്. എത്രയും പെട്ടെന്നൊരു പെറ്റീഷൻ കൊടുക്കണം പോലീസ് സ്റ്റേഷനിൽ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇനിയിപ്പം തങ്ങൾക്ക് രക്ഷയുള്ളൂ. അവനെ കുറച്ചാൾ പിടിച്ച് ജയിലിലിട്ടെ, അങ്ങനെയെങ്കിലും സ്വസ്ഥതയും സമാധാനത്തോടും കൂടി വീട്ടിൽ കിടന്നുറങ്ങാമല്ലോ. പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയായിക്കൊണ്ടിരിക്കുക കാര്യങ്ങളൊക്കെ. പിന്നീട് പരാതി പറഞ്ഞിരിക്കുന്ന എൻ്റെ മോനൊരു ഗുണ്ടയാണ്. അവൻ്റെ ചെയ്തികൾ കാരണം എനിക്കും ഭാര്യയ്ക്ക് സ്വസ്ഥതയോടെ പുറത്തിറങ്ങാനോ വീട്ടിൽ കിടന്നുറങ്ങാനോ പറ്റുന്നില്ല. ഓരോരുത്തർ വെല്ലുവിളിയായിട്ട് വരുവാണ്. അതുകൊണ്ട് ദയവുണ്ടായി അവിടുന്ന് എന്തായാലും ഇതിന് തീർപ്പുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എഴുതുന്നത്. അങ്ങനെ പരാതിയൊക്കെ എഴുതി
മേശപ്പുറത്ത് വെച്ച് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചു. ഇത് കൊടുക്കാതിരുന്നിട്ട് കാര്യമില്ല, കൊടുത്തേ മതിയാവുള്ളൂ. പിന്നീട് മാഷ് പുറത്തേക്ക് വരുവാണ്. ഈ സമയത്ത് വേദയും കമലയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കമല ചോദിച്ചു, അല്ല മാഷിത് എങ്ങോട്ടാ? ഇപ്പോഴിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ, പിന്നെ പുറത്ത് എന്തിനു പോകുന്നതെന്ന് ചോദിക്കണം. പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അതൊരു കാര്യമുണ്ട്, എനിക്ക് പോലീസ് സ്റ്റേഷൻ വരെ പോകണമെന്ന് പറയണം. പോലീസ് സ്റ്റേഷനിലോ? അതെന്തിനാ മാഷെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നേ? ഇപ്പം എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാം. പരാതി കൊടുക്കാനാണോ? വേണ്ട മാഷെ, പരാതി ഒന്നും കൊണ്ടേ കൊടുക്കണ്ടെന്ന് പറയണം. അത് ചിലപ്പോൾ അവര് ആളറിയാതെ ആക്രമിച്ചാണെങ്കിലോ? ആളറിയാതെ ആക്രമിച്ചു പോലും. നീ ആരോടാ കമലയെ പറയണേ? ഇട്ടാക്കാൻ ശ്രമിക്കണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ നിന്റെ മോനെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇപ്പം ഞാൻ പരാതി കൊടുക്കാൻ പോകുന്ന ആർക്കെതിരെയാണെന്നറിയാവോ? നിന്റെ മോനെതിരെയാന്ന് പറയണേ. മോനെതിരെയോ? അതെ, അവൻ കുറച്ചു ദിവസം പോയി ജയിലിൽ കിടക്കട്ടെ. അവൻ ജയിലിൽ കിടന്നാലേ എനിക്കൊരു സമാധാനമാവുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഇന്ന് ഇങ്ങനെയാണ്, നാളെ എന്തായിരിക്കും അവസ്ഥ? ഇന്ന് ഞാൻ കണ്ടുകൊണ്ട് മാത്രമല്ല ജീവൻ രക്ഷപ്പെട്ടെ, അല്ലായിരുന്നെങ്കിലോ? ആ വടിവാള് പോലെയുള്ള സാധനം നമ്മുടെ കഴുത്ത് കണ്ടിക്കില്ലായിരുന്നോ കമലെ? നീ എന്താ അതിനെക്കുറിച്ചും ചിന്തിക്കാത്തെന്ന് ചോദിക്കാം. ഇത് കേട്ട കമൽ പറഞ്ഞു, മാഷ് എന്തൊക്കെയാ പറയണേ? അവനെതിരെ കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം പരിഹാരമാണെന്ന് തോന്നുന്നുണ്ടോ? മാഷെ വേണ്ട മാഷെ, അതൊന്നും മെനക്കണ്ടെന്ന് പറയണം. എന്തിയാണെന്ന് എനിക്കറിയാമെന്ന് പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വേദയ്ക്കൊരു കാര്യം മനസ്സിലായി. മാഷ് കൊണ്ട് പരാതി കൊടുത്ത വിക്രമാകത്തോ? പക്ഷെ വിക്രം ഈ കാര്യത്തിൽ നിരപരാധിയാണ്. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ മാഷ് രണ്ടും കൽപ്പിച്ചാണ്. കാരണം ആ ഗുണ്ടകൾ വന്ന് ആക്രമിച്ചതിൻ്റെ പേരിലാണ്. ഇതിനു മുമ്പ് തന്നെയാണെങ്കിലും സ്വർണ്ണ ഒക്കെ മോഷ്ടിച്ചു, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ ഭണ്ഡാരക്കുറ്റി മോഷ്ടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാ. അന്നും മാഷ് ഇതുപോലെ ആയിരുന്നു വിക്രത്തിനെ കുറ്റപ്പെടുത്തി വീട്ടിൽ നിന്ന് ഇറക്കി വിടാനാണ് ശ്രമിച്ചത്. അതൊരു കാരണവശാലും പാടില്ല. പിന്നെ പെട്ടെന്ന് തന്നെ വേദ അങ്ങോട്ട് എഴുന്നേറ്റു ചോദിച്ചു, അച്ഛനെ എന്ത് ഭാവിച്ചാന്ന് ചോദിക്കാം. അതെ, നീ കൂടുതൽ എന്നോട് സംസാരിക്കണമെന്ന് പറയാം. അച്ഛാ, സംസാരിക്കേണ്ട അടുത്ത് നമ്മൾ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം. അച്ഛൻ ഈ പരാതി കൊണ്ടേ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിക്രത്തിനെ അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് അച്ഛൻ എന്ത് നേട്ടം ഉണ്ടാകുന്നേ? ഗുണ്ടകൾ എപ്പോഴും പുറത്ത് തന്നെയാ. അപ്പൊ അവർക്ക് ഒന്നുകൂടെ അത് ഇതാകത്തല്ലേ ഉള്ളൂ. അവര് പുറത്തുള്ളവരെ ആക്രമിക്കാൻ ശ്രമിക്കത്തല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുക. നീ ഇതിൻ്റെ അകത്ത് ഇടപെടണ്ടെന്ന് പറയണം. പിന്നെ ഇടപെടാതെ എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ലോ. ഒരു കാര്യമുണ്ട്, മാഷ് ഇപ്പോൾ പോയി പരാതി കൊടുക്കുകയാണെങ്കിൽ ഞാനും ഒരു പരാതിയായിട്ട് ചെല്ലും. എന്താണെന്നറിയാവോ? എൻ്റെ ഭർത്താവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, എൻ്റെ ഭർത്താവിനെ രക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷയായിട്ട് ഞാനങ്ങോട്ട് ചെല്ലും. മാഷ് ഇത് കള്ളപ്പരാതിയെ കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട്. അറിയാലോ, അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ മാഷായിരിക്കും നാണം കിടാൻ പോകുന്നത്. അതുകൊണ്ട് മാഷ് തൽക്കാലത്തേക്ക് ഇതിനെ ഇറങ്ങി പുറപ്പെടണമെന്ന് പറയാണ്. ഇത് കേട്ട് സുധാകരൻ മാഷ് ചോദിച്ചു, നീ എന്താ മനുഷ്യനെ വെല്ലുവിളിക്കുകയാണെന്ന് ചോദിക്കും. വെല്ലുവിളിച്ചല്ല, ഉള്ള കാര്യം പറഞ്ഞാ. ദേ, സ്വന്തം മകനെ എന്താ ഏതാണെന്നെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ എടുത്തുചാട്ടമായിരിക്കും വിക്രം ഇങ്ങനെയായി തീരാൻ കാരണമായി തീരുന്നത്. അതിൻ്റെ കാര്യകാരണങ്ങളൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം വിക്രം നല്ലവനാണ്. നല്ലതിന് മാത്രമേ പോരായിട്ടുള്ളൂ, അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയിട്ട് തല്ലുണ്ടാക്കാനൊന്നും പോയിട്ടില്ല. എവിടെ കുറ്റം കണ്ടാലും അവിടെ കയറി പ്രതികരിക്കും. ആ ഒരു സ്വഭാവമാണ്, നല്ല സ്വഭാവമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ എങ്കിൽ മാഷ് എന്നെ തെറ്റിദ്ധരിച്ചെടുത്തിരിക്കുക. അല്ലെങ്കിൽ തന്നെ വിക്രം അങ്ങനെ ഒരു ഗുണ്ടാപ്പണി ചെയ്യുന്നവനല്ലെന്നൊക്കെ പറയണം. ഇത് കേട്ടതും കമൽ പറഞ്ഞു, മാഷെ മോള് പറഞ്ഞു കേട്ടോ, മാഷ് പോണ്ട, കൊണ്ട് പരാതി കൊടുക്കണമെന്ന് പറയും. ഓ, ഇപ്പം എല്ലാവരും കൂടെ ചേർന്നിട്ട് അപ്പം എനിക്കിട്ട് പണി തരാൻ നോക്കുമല്ലേ? അപ്പം ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ നീ മറന്നു പോയാൽ കമലേന്ന് ചോദിക്കും. പക്ഷേ അത് അവൻ്റെ തെറ്റല്ലോ എന്ന് പറയാണ്. അവൻ്റെ തെറ്റല്ല പോലും, എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് പറഞ്ഞ് മാഷ് ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറി പോവാണ്. ഈ സമയത്ത് ഗുണ്ടാഭിലാഷ് എവിടെയുണ്ടെന്നുള്ള വിവരം വിക്രത്തിന് കിട്ടുവാണ്. വിക്രം നേരെ ഗുണ്ടാഭിലാഷിനെ കാണാനായിട്ട് പോവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നത്. ഇനി ഉറപ്പായിട്ടും ഗുണ്ടാഭിലാഷിനെ പിടികൂടും, അവനെ പഞ്ഞിക്കിടും, അവൻ്റെ കൈ മിക്കവാറും തല്ലി ഒടിക്കുകയും ചെയ്യും. കാരണം സഹിക്കാനും പൊറുക്കാനും പറ്റുന്ന തെറ്റല്ല അവൻ ചെയ്തിരിക്കുന്നത് വിക്രത്തിന് മുന്നിൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.